വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സപ്പോസ് എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്റ്റാർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു ഇറ്റ് ഈസ് എ പാത്ത് ഡിപ്പെൻഡൻറ്റ് ഇൻ്റഗ്രേഷൻ ആണെന്ന് കണ്ടു. എന്നാൽ അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റഗ്രേഷൻ ആണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. അതായത് ഇഫ് സപ്പോസ് എഫ് ഇസഡ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ദെൻ ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി എസ് ഈസ് സെയിം ഫോർ ഓൾ ദി പാത്ത്സ്. അപ്പോൾ ഇവിടെ 3 പാത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. എ ആൻഡ് ബി ആർ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ 3 പാത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്, പാത്ത് 1, പാത്ത് 2 ആൻഡ് പാത്ത് 3. അപ്പോൾ ഇത് ഏതാണെങ്കിലും എഫ് ഇസഡ് അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ പാത്ത് 1 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ പാത്ത് 2 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ പാത്ത് 3. ഇനി ഇപ്പോൾ എ ടു ബി നമ്മളൊരു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബി ടു എ ആണെന്ന് വിചാരിക്കുക. സോ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ ഓവർ ദിസ് ക്ലോസ്ഡ് ലൈൻ. ഓക്കെ, അങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്കിൾ, ഒരു റീജിയനാണ്, ഒരു കണ്ടൂറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എഫ് ഇസഡ് ഈസ് അനലറ്റിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇതാണ് കോഷി-ഗോർസാട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 വെയർ എഫ് ഇസഡ് ഈസ് ആൻ അനലറ്റിക് ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് റീജിയൻ ആണ്. ക്ലോസ്ഡ് റീജിയനിൽ ദ റീജിയൻ വെയർ ദി എഫ് ഇസഡ് ഈസ് അനലറ്റിക്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡിൻ്റെ ഒരു കർവ് കൺസിഡർ ചെയ്യുന്നു, ഒരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു. അവിടെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി എൻ്റെ ഒരു പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി, സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആൻഡ് ഡി സെഡ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഇസഡിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് യു പ്ലസ് ഐ വി ആൻഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്സ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോക്സ് തിയറം നമ്മൾ അറിയാം, ഒരു ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് അല്ലേ ചെയ്യുന്നത്. ആ ഒരു കൺവേർഷനാണ് അവിടെ നടക്കുന്നത്. സപ്പോസ് ഇഫ് പി ആൻഡ് ക്യൂ ബി ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ലൈൻ ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു റീജിയൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു സർഫസ് ഇൻ്റഗ്രൽ ക്യൂ എക്സ് മൈനസ് പി വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇവിടെ ക്യൂ എക്സ് എന്ന് പറയുന്നത് ഡോ ക്യൂ ബൈ ഡോ എക്സ് ആൻഡ് പി വൈ എന്ന് പറയുന്നത് ഡോ പി വൈ ഡോ ബൈ, വെയർ പി ആൻഡ് ക്യൂ ആർ ദി ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പം യു എന്ന് പറയുന്നത് പിയും വി എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇനി രണ്ടാമത്തെ കേസ് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? വി എന്ന് പറയുന്നത് പിയും യു എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ യു ആണ് അല്ലേ, ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് എന്താ വരിക? ക്യൂ എക്സ് ആ വരിക അല്ലേ. അപ്പോൾ ഇതാണ് വി എന്ന് പറയുന്നത് എന്താണ്? ആദ്യം വരും. അപ്പം ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? മൈനസ് വി എക്സ്, ദെൻ മൈനസ് പി വൈ ആണല്ലോ. പി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ്? യു ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് യു വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇനി അടുത്തത് ഇതാണെങ്കിൽ എന്ത് വരും? പ്ലസ് ഐ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ വി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പി ആണ്. യു എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? ക്യൂ ആണ് വരേണ്ടത് അല്ലേ. ക്യൂ വരുമ്പോൾ ഇവിടെ എന്ത് വരും? യു, ദാറ്റ് ഈസ് യു എക്സ് മൈനസ് വി വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇനി നമുക്കറിയാം എഫ് ഇസഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മുടെ CR കണ്ടീഷൻ, കോഷി-റീമാൻ കണ്ടീഷൻ നമുക്കറിയാം, യു എക്സ് ഈക്വൽ ടു വി വൈ ആണ് അല്ലേ. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ ആണെങ്കിൽ യു എക്സ് മൈനസ് വി വൈ എന്താണ്? 0 ആണ്. സോ ദിസ് പാർട്ട് ഈസ് 0. ഇനി അതുപോലെ തന്നെ യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. ദാറ്റ് മീൻസ് യു വൈ പ്ലസ് വി എക്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് കോമൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? വി എക്സ് പ്ലസ് യു വൈ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ഈ ഇൻ്റഗ്രൽ എന്താണ്? 0 ആണ്. ദാറ്റ് മീൻസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 വെയർ എഫ് ഇസഡ് ഈസ് എ അനലിറ്റിക് ഫംഗ്ഷൻ. സോ ഇതാണ് എന്താണ് കോഷി-ഗോർസാട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൂഫാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്താണ് ഒരു ക്ലോസ്ഡ് കർവ് വെച്ചിട്ട് നമ്മൾ ഒരു റീജിയൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ,
ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ. അതെന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംപ്ലി കണക്റ്റഡ് എന്താണ്, മൾട്ടിപ്ലൈ കണക്റ്റഡ് എന്താണെന്ന്. സോ ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. ഈ പാത്ത് നമ്മൾ എടുക്കുന്നത്, എടുക്കുന്നത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ എടുക്കുന്നത്. ആൻഡ് ദ റീജിയൻ ഈസ് ഇൻ ദി ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇതാണ് കർവ്, നമ്മുടെ ക്ലോസ്ഡ് കർവ് ഇതാണ്. പാത്ത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ റീജിയൻ എവിടെയാണ്? ഈ പാത്ത് പോകുന്നതിൻ്റെ, അതായത് ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പാത്ത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ദ റീജിയൻ ഈസ് ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ദെൻ ദി ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് ദി പോസിറ്റീവ് ഡയറക്ഷൻ. സോ ഈ പാത്തിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷനാണ്. എപ്പോഴാണ്? വെൻ ദ റീജിയൻ ഈസ് ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കോഷി-ഗോർസാറ്റ് തിയറം ഫോർ സിംപ്ലി കണക്റ്റഡ് റീജിയൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. സിംപ്ലി കണക്റ്റഡ് റീജിയൻ്റെ കേസ്. ഇനി ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ്റെ കേസിൽ എങ്ങനെയാണ് ഈ കോഷി-ഗോർസാറ്റ് ഇക്വേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആനുലാർ റീജിയനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആനുലാർ റീജിയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റീജിയൻ അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ഇതാണ് റീജിയൻ. ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ബട്ട് റീജിയൻ ഇതാണ്. ഓക്കെ, ഇതാണ് റീജിയൻ. അതിന് ശേഷം നമ്മളെന്താണ്, ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്, ഒരു ആനുലാർ റീജിയൻ. അവിടെ നമ്മളെന്താണ്, ഒരു കർവ് കൺസിഡർ ചെയ്യുന്നു. അതാണ് ഈ കൊടുത്തിരിക്കുന്ന കർവ്. അപ്പോൾ ഇവിടെയായിട്ട് ഇൻസൈഡായിട്ട് നമ്മളൊരു കർവ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനാണ്. അപ്പോൾ ഒരു കോഷി-ഗോർസാറ്റ് ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനെ ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ ഞാനിവിടെ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. അതായത് ABC ഫസ്റ്റ്, ദെൻ ഒരു പോയിൻറ്റ്സ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ DEF. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നല്ലേ. ഇപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ റീജിയൻ ഈ കാണുന്നതാണ് നമ്മുടെ റീജിയൻ. അപ്പോൾ ആദ്യത്തെ കർവിൽ ഞാൻ ഈ ഒരു സൈഡിലാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കർവിൽ ഈ ഡയറക്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റീജിയൻ എവിടെയാണ് വരിക? ലെഫ്റ്റ് സൈഡിലാണ് വരിക. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ. ഇനി ഈ ഒരു കർവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ വരുമ്പോൾ റീജിയൻ എവിടെയാണ് വരിക? റീജിയൻ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് വരിക, അല്ലേ? റീജിയൻ ലെഫ്റ്റ് സൈഡാണ് വരിക. സോ റീജിയൻ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഇതെന്താണ്? പോസിറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഡയറക്ഷൻ എടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ ഡയറക്ഷൻ എടുക്കുന്നത്. ഇനി ഈ ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനെ ഞാനൊരു സിംപ്ലി കണക്റ്റഡ് റീജിയനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു പാത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയൊരു പാത്ത്, വളരെ ഇൻഫിനിറ്റിസിമലി സ്മോൾ ആയിട്ടുള്ള ഒരു പാത്താണ് ഇവിടെ കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്കൊരു സിംപ്ലി കണക്റ്റഡ് റീജിയനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ FZ ഈക്വൽ ടു ഓരോ പാത്തിനെയും, അതായത് ഓരോ പോയിൻറ്റ്സിനെയും ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ FZ പാത്ത് ഇതാണ്. ദറ്റ് ഈസ് ABC. എങ്ങനെ വരുന്നത്? ABC A. ഓക്കെ, ABCA. അതിനുശേഷം D. ഇതാണ് D. അപ്പോൾ ഇവിടെ A, അടുത്തത് BCA. ദിസ് പോയിൻ്റ് ഈസ് A. അപ്പോൾ ഇത് വളരെ സ്മോൾ ഡിസ്റ്റൻസ് ആണിത്. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും വളരെ സ്മോളാണ്. ഇനി A, അടുത്തത് A ടു ദിസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് D ആണ്. അപ്പോൾ D, അടുത്തത് E, ദെൻ F, അത് കഴിഞ്ഞിട്ട് D വരും, ദെൻ എഗെയിൻ A. അപ്പോൾ അതാണ് ABCADEFDA. ഇനി ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ചെറിയ പാത്തുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് FZ ABCA. അപ്പോൾ നോക്കിയാൽ ABCA ഇവിടെ വരെ ഉണ്ട്. ഓക്കെ, ദെൻ പ്ലസ് FZ AD. എന്താണ്? ഈ ഒരു ഇതാണ് വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്, AD. അതുപോലെ തന്നെ നെക്സ്റ്റ് വരിക എന്താണ്? FZ DEFD. ഇപ്പോൾ DEFD എന്ന് പറഞ്ഞാൽ DEFD. അപ്പോൾ വീണ്ടും ഞാനിവിടെ D എന്തുകൊണ്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഈ രണ്ട് പോയിൻറ്റ്സ് ഇതിങ്ങനെയാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് D എന്ന്. അപ്പോൾ അതിന് നമുക്ക് ഒരൊറ്റ D എന്ന് പറയുന്നൊരു പോയിൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോളാണ്. അപ്പോൾ DEFD, ദെൻ എഗെയിൻ DA. അപ്പോൾ ഇവിടെ വരെ വന്നല്ലോ, ഇവിടെ വരെ വന്നു, ദെൻ എഗെയിൻ DA. ഈ ഒരു ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 0.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എഫ് ഇസഡ് ഡി ഇസഡ് എ ഡി ആൻഡ് ഇൻ്റഗ്രൽ ഡി എ എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് എ ഡി, ദെൻ ഇങ്ങോട്ട് എ ഡി, ദെൻ ഇങ്ങോട്ട് എന്താണ്, ഇങ്ങോട്ട് എ ഡി, ദെൻ ഇങ്ങോട്ട് ഡി എ അല്ലേ. അപ്പോൾ അത് രണ്ടും ഈക്വലാണ്, ആ ഇൻ്റഗ്രൽ രണ്ടും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക, ബാക്കി ഈ രണ്ട് പാത്താണ് വരുന്നത് അല്ലേ, ഈ രണ്ട് പാത്താണ് വരുന്നത്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു, അപ്പോൾ അത് ഞാൻ ഓരോ കർവ് C1 C2 എന്ന് ഞാൻ കർവ് കൊടുക്കുകയാണ്. സോ C1 C2 എഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് C2 എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ C1 എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഇസഡ് ഡി ഇസഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, C1 എന്ന് പറയുന്നത് എന്താണ്, ഈ പാത്താണ് C1 അല്ലേ, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. C2 എന്ന് പറഞ്ഞ പാത്ത് ഏതാണ്, ഈ പാത്താണ് C2 എന്ന് പറയുന്നത്. ഒരെണ്ണം ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻ്റഗ്രൽ നോക്കുക, ഇതാണ് C1 എന്ന് പറയുന്ന പാത്ത് വരുന്നത് അല്ലേ. ദെൻ C2 എന്ന് പറയുന്ന പാത്ത് ഇതിനകത്തുകൂടി, ഇതാണ് C2 എന്ന് പറയുന്ന പാത്ത്. അപ്പോൾ C1 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഇസഡ് എന്നാണ്. ഇപ്പം C2ൻ്റെ ഇതാണ് C2ൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ഡയറക്ഷൻ എങ്കിൽ ഈ ഡയറക്ഷൻ എങ്ങോട്ട് വരും, മൈനസ് ഓഫ് C2 എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും, അത് നേരെ തിരിഞ്ഞു വരും അല്ലേ. അതായത് C1 ഇതാണ്, ദെൻ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 ഇതാണ്, ദെൻ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ് C2, ബട്ട് മൈനസ് ഓഫ് C2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈനസ് ഓഫ് C2 എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വരും, അത് ഇങ്ങോട്ട് വരും അല്ലേ, മൈനസ് ഓഫ് C2. സോ രണ്ടും എന്താണ്, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, C1 ആൻഡ് C2 ആർ ബോത്ത് ട്രാവേഴ്സ്ഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C1 എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C2 എഫ് ഇസഡ് ഡി ഇസഡ്. അപ്പോൾ ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ്റെ കേസിൽ ഈ ഒരു കോഷി-ഗോസാർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ട് കർവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കർവിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് കർവിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താലും എന്തായിരിക്കും, നമുക്ക് സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ C2 എഫ് ഇസഡ് ഡി ഇസഡ്.